ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം. 84-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഒരു ഭക്തൻ്റെ വർണ്ണനയാണ്. ആ ഭക്തൻ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് ആ യാഗപീഠത്തിന് ചുറ്റും പറന്ന് ഉയർന്നുല്ലസിക്കുന്ന കുരുവികളെയും മീവൽ പക്ഷികളെയുമാണ്. കാരണം ഈ പക്ഷികളൊക്കെ, ഈ കുരുവികളൊക്കെ ഇവിടെ ഇതാ ഈ യാഗപീഠത്തിന് ചുറ്റും അതിൻ്റെ പൊത്തിലും ആ മുക്കിലും മൂലയിലുമൊക്കെ കൂട് വെച്ച് കുഞ്ഞുങ്ങളുമായിട്ട് പറന്ന് ഉയർന്ന് ഉല്ലസിച്ച് സന്തോഷിക്കുകയാണ്. മീവൽ പക്ഷി അതുപോലെ തൻ്റെ കൂടൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ അതിൽ സുരക്ഷിതരായി വെച്ചിട്ട് ഇവിടെ ഇതാ പറന്ന് ഉല്ലസിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട്, ഈ പക്ഷികളുടെ ചിലയ്ക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഈ ഭക്തൻ വർണ്ണിക്കുകയാണ്. അത് ദൈവസ്തുതികളായി കണ്ടുകൊണ്ട് ആ ഭാവനയിൽ ഈ ചിലയ്ക്കുന്ന പക്ഷികളുടെ ആ ശബ്ദം കണ്ടിട്ട് ഈ ഭക്തൻ പറയുകയാണ്, നിന്നെ സ്തുതിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്. കാരണം നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നവരും നിന്റെ യാഗപീഠത്തിൽ വസിക്കുന്നവരും എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഈ ഭക്തൻ പറയുകയാണ്. കാരണം ഈ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ നിത്യവും ഈ യെരൂശലേം ദേവാലയത്തിൽ വന്ന് ആരാധനയിൽ പങ്കുകൊള്ളുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആവുന്നില്ല. കാരണം ഈ ഭക്തൻ താമസിക്കുന്നത് വളരെ ദൂരെയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത് അതിവിശിഷ്ടമാണ്, അതിവിശുദ്ധമാണ്. കാരണം ദൈവസാന്നിധ്യം ഉൾക്കൊള്ളുന്ന കൃപാസനവും അതിവിശുദ്ധ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ യെരൂശലേം ദേവാലയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ യെരൂശലേം ദേവാലയത്തിൽ എത്തപ്പെടുക എന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ എത്ര ദൂരെ ആയാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും കുറഞ്ഞപക്ഷം വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും യഹൂദന്മാർ ഈ യെരൂശലേം ദേവാലയത്തിൽ സമ്മേളിച്ചിരിക്കും. അത് 3 പ്രധാന പെരുന്നാളുകളാണ്. അത് പെസഹ പെരുന്നാളും പെന്തിക്കോസ്തി പെരുന്നാളും കൂടാര പെരുന്നാളുമാണ്. യഹൂദന്മാരുടെ ഈ 3 പ്രധാന പെരുന്നാളുകളിൽ എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ യെരൂശലേം ദേവാലയത്തിൽ ഒത്തുകൂടി ദൈവത്തെ സ്തുതിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു സുവർണ നിമിഷത്തിൽ അങ്ങനെ ഒരു ഭക്തൻ ഈ ദേവാലയത്തിൽ എത്തപ്പെടുമ്പോഴാണ് ഈ ഭക്തൻ ഈ യാഗപീഠത്തിൽ കൂടുവെച്ചിരിക്കുന്ന കുരുവികളെയും ഈ മീവൽ പക്ഷിയെയും കാണുന്നത്. അത് കണ്ടുകൊണ്ട് ഈ ഭക്തന് അസൂയപ്പെടുകയാണ്. കാരണം അവൻ ഇതിനാവുന്നില്ല. നിത്യവും ഈ കുരുവികളെ പോലെ ഈ യാഗപീഠത്തിന് വലം വയ്ക്കുവാനും അങ്ങനെ പറന്നുയർന്ന് അവരുടെ ആ ചിലയ്ക്കുന്ന ശബ്ദം ദൈവസ്തുതിയായി വർണ്ണിച്ചുകൊണ്ട് പറയാണ്, ആ ഭക്തൻ ദൈവത്തെ നിത്യം സ്തുതിക്കുവാനാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭക്തൻ അല്പം അസൂയയോടെയാണ് ഈ കുരുവികളെയും ഈ മീവൽ പക്ഷികളെയും കാണുന്നത്. നമുക്കറിയാം, കുരുവികളെന്ന് പറയുന്നത് വളരെ ചെറിയ പക്ഷികളാണ്. അത് സംഖ്യയിൽ വളരെ കൂടുതലാണ്. പെട്ടെന്ന് പ്രാപ്പിടിയനും അല്ലെങ്കിൽ മറ്റ് പക്ഷികൾക്കൊക്കെ ഇവയെ ഉപദ്രവിക്കുവാനും അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കൊക്കെ പെട്ടെന്ന് കടന്നു പിടിക്കുവാൻ, കടന്നു പിടിച്ച് തിന്നുവാനൊക്കെ സാധിക്കുന്ന ഒരു പക്ഷിയാണ് ഈ കുരുവികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുരുവികൾ ഇങ്ങനെ പൊക്കിലും ഈ മുക്കിലും മൂലയിലും ഒക്കെയാണ് കൂട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ യെരൂശലേം ദേവാലയത്തിൻ്റെ യാഗപീഠത്തിൻ്റെ അവിടെ പെട്ടെന്ന് പ്രാപ്പിടിയന്മാർക്കും മറ്റ് പക്ഷികളും ഒക്കെ എത്തപ്പെടുവാൻ സാധിക്കുകയില്ല. പെട്ടെന്നൊന്ന് ഇവയെ ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുകയാണ്. ആ സുരക്ഷിതമായ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ യാഗപീഠമാണ്. അപ്പം അവിടെ നിർഭയം അവർ വസിക്കുകയാണ്. അവർ ആർത്തുല്ലസിക്കുകയാണ്. ഈ നിർഭയം ദൈവസന്നിധിയിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മീവൽ പക്ഷി എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ പക്ഷിയായിട്ടാണ് പാശ്ചാത്യർ കാണുന്നത്. അപ്പം ഈ ഏതെങ്കിലും പാശ്ചാത്യരുടെ വീട്ടിൽ ഈ മീവൽ പക്ഷി വന്നു കഴിഞ്ഞാൽ അവയെ ഐശ്വര്യത്തിൻ്റെ ദേവത ഇവരുടെ വീട്ടിലേക്ക് അയച്ചെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീവൽ പക്ഷി ഏതെങ്കിലും പാശ്ചാത്യരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവയെ ആട്ടി ഓടിക്കാറില്ല. ആട്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് അശുഭം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും മീവൽ പക്ഷി ഞങ്ങളുടെ വീട്ടിൽ വരണേന്നാണ് അവരുടെ ആഗ്രഹം. ഈ മീവൽ പക്ഷിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും തണുപ്പ് നോക്കി സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ് മീവൽ പക്ഷി. ഈ മീവൽ പക്ഷി ഉഷ്ണപ്രദേശത്ത് നിന്നും എപ്പോഴും അവിടെ അതായത് ശൈത്യമേഖലയിലേക്ക് ഇവ ചേക്കേറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉഷ്ണമേഖലയിൽ നിന്ന് കാനാനിൽ അല്ലെങ്കിൽ യെരൂശലേമിൽ ശൈത്യമാകുമ്പോൾ ഇത് ഉഷ്ണമേഖലയിൽ നിന്ന് പറന്നു വരുന്ന ഈ മീവൽ പക്ഷികൾ ഇവിടെ വന്ന് കൂടുണ്ടാക്കുന്നത് യെരൂശലേം ദേവാലയത്തിൻ്റെ ഈ യാഗപീഠത്തിന്മേലാണ്. അപ്പോൾ അവരെ ഇങ്ങനെ ഈ കൂടുണ്ടാക്കി കുഞ്ഞുങ്ങളെയൊക്കെ സുരക്ഷിതരായിട്ട് അവരെ ഇരുത്തും അവിടെ. എന്നിട്ട് ഇവർ പറന്നുല്ലസിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഈ ഭക്തൻ പറയുന്നത്, ഇതാ അവർ നിർഭയം വസിക്കുന്നല്ലോ, നിന്റെ ആലയത്തിൽ
നിന്റെ ആ സുരക്ഷിതത്വത്തിൽ നിന്റെ ചിറകിൻ്റെ അടിയിൽ അവരിതാ നിർഭയം വസിക്കുകയാണ്. ആ നിർഭയം വസിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പവുമില്ലാതെ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടി അവർ നിന്റെ സന്നിധിയിൽ നിർഭയം വസിക്കുന്നുണ്ട്. അവരെ കാത്തു പരിപാലിക്കുന്നുണ്ട്. അവർ നിന്നെ സ്തുതിക്കുകയാണെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയണം. കുരുകിലിനെ പോലെ, കുരുകിൽ എത്ര നിസ്സാരമായ, എത്ര ചെറിയ പക്ഷികളാണ്. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്. പെട്ടെന്ന് ശത്രുക്കളൊക്കെ അവരെ പിടിച്ചു തിന്നും. അവർക്ക് ഒന്ന് സുരക്ഷിതമായി പറന്നുയരുവാൻ സാധിക്കില്ല. ആ ആ ഒരവസ്ഥയിൽ ശത്രുഭയത്തിൽ നിന്നും മറ്റ് പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവർ അഭയം തേടുന്നത് ദൈവസന്നിധിയിലാണ്. ആ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവരിതാ പറന്നുയർന്ന് ഉല്ലസിക്കുകയാണ്. അവരെ ഇങ്ങനെ എപ്പോഴും കലപില ശബ്ദത്തിൽ ചിലച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവസ്തുതികളായിട്ട് ഈ കവി കാണുകയാണ്. പറയുകയാണ്, നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷമുള്ള എത്ര ഭാഗ്യമാണെന്ന് പറയുകയാണ്. ഈ കവിക്ക്, ഈ ഭക്തന് അതാവുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ഭാഗ്യവാന്മാരെന്ന്. അതുപോലെ തന്നെ മീവൽ പക്ഷികൾ. മീവൽ പക്ഷികൾ എന്ന് പറയുന്നത് അവർ ഉഷ്ണകാലത്ത് അതിവേനലിൻ്റെ സമയത്താണ് ഇത് ശൈത്യമേഖലയിലേക്ക് ചേക്കേറുന്നത്. പ്രയാസമുള്ള കാര്യമാണ്. ആ ചൂടുകാലം എന്ന് പറയുന്നത്, വരൾച്ചയുടെ കാലം എന്ന് പറയുന്നത് പ്രയാസമുള്ള കാലമാണ്. ആ പ്രയാസമുള്ള കാലത്ത് അവരിതാ സുരക്ഷിതമായി കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ ആലയമാണ്, യാഗപീഠമാണ്. അതുപോലെ തന്നെ ഈ മീവൽ പക്ഷികളെ പോലെ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുന്നത്, നമ്മുടെ ജീവിതത്തിലും വരൾച്ചയുടെ അനുഭവം ഉണ്ടാവാം, ദൈവാനുഭവം ഇല്ലാത്ത അനുഭവം ഉണ്ടാകാം. ആ അവസ്ഥയിലൊക്കെ ഈ മീവൽ പക്ഷികളെ പോലെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുവാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ഈ മീവൽ പക്ഷികളെ പോലും, ഈ കുരുവികളെ പോലെയും നമുക്ക് എപ്പോഴും നിത്യം സ്തുതിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് നിത്യരക്ഷയുടെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമാണ്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണാം, നിത്യം എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് എല്ലാവരും നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൻ്റെ ആ ഒരു അനുഭൂതിയിലേക്ക്, ആ ഒരു സ്വർഗീയമായ അനുഭൂതിയിലേക്ക് വരണമെങ്കിൽ നമ്മളിതാ ദൈവസന്നിധിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കുരുവികളെ പോലെ, ഈ മീവൽ പക്ഷികളെ പോലെ നമ്മുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ, വരൾച്ചയുടെ കാലം അത് നമ്മുടെ പ്രയാസത്തുള്ള കാലമാണ്. ആ പ്രയാസങ്ങളിലൊക്കെ ആ കാലത്ത്, അല്ലെങ്കിൽ കുരുവികളെ പോലെ ശത്രുഭയം നേരിടുമ്പോഴൊക്കെ നമുക്ക് അഭയം പ്രാപിക്കേണ്ടത്, നമ്മൾ എത്തേണ്ടത് നമ്മുടെ ദൈവസന്നിധിയിലാണ്. അങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ് ഈ കുരുവികളെ പോലെയും ഈ മീവൽ പക്ഷികളെ പോലും നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുവാനാകുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.